നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് ഒരാൾ കടന്നു വരുന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജസിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, ഒട്ടുമിക്ക ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു പീരീഡ് കൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഡേ ട്രേഡിങ്ങിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രോക്കേഴ്സ് നല്ല രീതിയിലുള്ള ലീവറേജ് 10 ടൈംസും 20 ടൈംസും ഒക്കെ ലീവറേജും നമ്മുടെ ബ്രോക്കിംഗ് ഫേംസ് നമുക്ക് തരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആൾ, അതായത് ഒരു 10,000 രൂപക്ക് വരുന്ന ആളുകൾക്ക് പോലും ഡേ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 1 ലാഖിൻ്റെ അല്ലെങ്കിൽ 2 ലാഖിൻ്റെ ഒക്കെ പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. അതുവഴി നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കും. ആ ഒരു ചിന്താഗതിയിലാണ് ഭൂരിഭാഗം ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ ഇൻട്രാഡേ ട്രേഡിംഗ് പ്രിഫർ ചെയ്യാൻ കാരണം. എന്നാലും കുറച്ച് കാലം ഇത്തരത്തിൽ ഡേ ട്രേഡിംഗ് മറ്റും ചെയ്തിട്ട് കുറേയധികം ലോസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഒട്ടുമിക്ക ആളുകളും, അത് ഞാനായാലും നിങ്ങളായാലും എല്ലാവരും തിരിച്ചറിയുന്നത്, അവർ കുറേ ട്രേഡൊക്കെ ചെയ്ത് കുറേയധികം ലോസ് വരുന്ന സമയത്താണ് എല്ലാവരും തിരിച്ചറിയുന്നത് ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് നമ്മൾ വിചാരിച്ചതുപോലെ അത്രയ്ക്കും സിമ്പിളായിട്ടൊരു കാര്യമല്ല. കുറേയധികം കോംപ്ലിക്കേഷനും ലോസ് വരാനുള്ള പോസിബിലിറ്റി അത്രത്തോളം കൂടുതലുള്ളൊരു സംഭവമാണെന്ന് ഒരുവിധം എല്ലാവർക്കും ആ സമയത്തായിരിക്കും തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ മാറി ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരും കൂടുതൽ ആൾക്കാരും നെക്സ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഷോർട്ട് ടേം ട്രേഡിംഗ് ആണ്. ഓക്കെ, ഷോർട്ട് ടേം ചെറിയൊരു 1-2 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ചയിലേക്കും നല്ല സ്റ്റോക്കുകൾ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ചെറിയൊരു 2%, 3% അല്ലെങ്കിൽ 5% ഒക്കെ കിട്ടുന്ന സമയത്ത് വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള ചിന്താഗതിയിലാണ് അടുത്ത സ്റ്റേജിൽ ആൾക്കാർ, അതായത് ഇൻട്രാഡേയിൽ നിന്ന് നേരെ മാറിയിട്ട് ഷോർട്ട് ടേമിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു അടുത്തൊരു സ്റ്റേജിൽ ഷോർട്ട് ടേം ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് ആളുകൾ മാറുന്നത്. എന്നാൽ കുറച്ച് കാലം നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാഡേൻ്റെ കേസിൽ പോലെ തന്നെ കുറച്ച് കാലം ഷോർട്ട് ടേമിലും ചെയ്യുന്ന സമയത്താണ് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങുക ഷോർട്ട് ടേം നമ്മൾ വിചാരിച്ചതുപോലെ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആളുകൾ വിചാരിക്കുന്നത് ചെറിയ 1-2% അല്ലെങ്കിൽ 2-3% കിട്ടുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം, അങ്ങനെ നമുക്ക് കുറേയധികം ട്രേഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കാനാണ് കൂടുതൽ ആൾക്കാരെ വിചാരിക്കുന്നത്. എന്നാൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി കുറേ നല്ല സ്റ്റോക്ക് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടാവും, അതിൽ നമുക്ക് 2-3% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്നാൽ ഇത്തരത്തിൽ കുറേ എൻട്രികൾ എടുക്കുന്ന സമയത്തായിരിക്കും എപ്പോഴെങ്കിലും ഏതെങ്കിലും 1-2 സ്റ്റോക്കുകൾ നമ്മൾ വിചാരിച്ച ഡയറക്ഷനിൽ പോവാതെ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത് ചിലപ്പോൾ ഈ 2-3% ആയിരിക്കില്ല പോകുന്നുണ്ടാവുക, ചിലപ്പോൾ 10%, 20% ലോസിലേക്ക് പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും കാലം ചെയ്ത് ചെറിയ സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് അതിൽ ചെറിയ 2%, 3% അല്ലെങ്കിൽ 5% പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ബുക്ക് ചെയ്യുന്ന ആ ഒരു മെത്തഡായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ലോസ് വരുന്ന സമയത്ത് വലിയൊരു ലോസിലേക്ക് പോകണം, അതായത് 10%, 20% അല്ലെങ്കിൽ 30% എന്നുള്ള വലിയ ഒരു ലോസിലേക്ക് പോകണം. അപ്പോൾ ചിലപ്പോൾ ഒരു 5-10 ട്രേഡിൽ നമ്മൾ ഈ 2%, 3% ഒക്കെ ബുക്ക് ചെയ്ത പ്രോഫിറ്റ് ഒറ്റ ഒരു ട്രേഡ് നമ്മൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് വലിയൊരു ലോസിലേക്ക് മാറും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രോപ്പറായിട്ട് ഒരു ട്രേഡ് പ്ലാൻ ഇല്ലാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു എൻട്രി പ്ലാൻ ഇല്ലാതെ ഷോർട്ട് ടേം ചെയ്യുന്ന സമയത്താണ് വലിയ ഒരു ലോസിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ കേസിലായാലും ഞാൻ ഒരു 2017-18 സമയത്തൊക്കെ ഇൻട്രാഡേ എന്ന് മാറിയിട്ട് ഷോർട്ട് ടൈമിലേക്ക് മാറിയ സമയത്ത് ഞാൻ ഈ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 1-2% അല്ലെങ്കിൽ 2-3% കിട്ടുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എന്നാൽ താഴത്തോട്ട് നമ്മൾ വിചാരിച്ച ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ സ്റ്റോക്കിന് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ബുക്ക് ചെയ്യാറുണ്ടായില്ല, അതായത് ലോസ് ബുക്ക് ചെയ്യാറുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം 90% വരെ, അതായത് ഏതൊരു സ്റ്റോക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ചെറിയ ആ ഒരു സമയത്തൊക്കെ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 8,000 9,000 മറ്റോ ആയിരുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 90% വരെ ലോസ് വന്നിട്ട് പിന്നെ അവസാനം വിറ്റ് ഒഴിവാക്കിയതായിരുന്നു, ഒരു നിവൃത്തി ഇല്ലാണ്ട്. കാരണം അതാണ് നമ്മുടെ ഈ ഷോർട്ട് ടേം ചെയ്യുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റൊരു ട്രേഡ് നമ്മൾ ഓപ്പോസിറ്റ് മൂവ് ചെയ്താൽ മതി, നമുക്ക് ചിലപ്പോൾ ഒരു 10-20 നല്ല ട്രേഡ് എടുത്തിട്ട് നമുക്ക് കിട്ടിയ റിട്ടേൺ ഒറ്റൊരു ട്രേഡിൽ തന്നെ ഇല്ലാതാവും. അതാണ് പറഞ്ഞത് 90% കൂടുതലായിരുന്നു ഞാൻ ഒരു ട്രേഡിൽ ഞാൻ ബുക്ക് ചെയ്ത ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ കറൻ്റ്ലി ഞാനൊരു ഷോർട്ട് ടേം ട്രേഡൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ എൻട്രീസും മറ്റും പ്ലാൻ ചെയ്യാറ്, അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിനെയും അതുപോലെ തന്നെ സർവോദയം പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ്. രണ്ട് പ്ലാറ്റ്ഫോമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പോയത്. ഇപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് കുറേയധികം ഓഫേഴ്സും പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെറോദിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സെറോദിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഏകദേശം 200 രൂപ മുതൽ 300 രൂപ വരെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് വരുന്നുണ്ട്. വേറെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും സെറോദ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ താഴെ പ്രൊവൈഡിൽ അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സെറോദിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിൻ്റെ പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് യൂസർ ഐ ഡി കിട്ടിയതിന് ശേഷം ആ യൂസർ ഐ ഡി എൻ്റെ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി. ഈ ഒരു കോഴ്സിൻ്റെ ആക്സസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മളൊരു ഷോർട്ട് ടേം എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മളതിലൊരു പ്രോപ്പറായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്. അതുപോലെ തന്നെ അത്തരത്തിലൊരു പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഷോർട്ട് ടേം ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റോക്ക് സെലക്ഷൻ സ്ട്രാറ്റജിനെ പറ്റി നിങ്ങൾക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് സ്റ്റോക്ക് സെലക്ഷൻ പറ്റിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം, ഞാനൊരു ഷോർട്ട് ടേം എൻട്രി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിന് മുന്നേ ഒരു എൻട്രി കൺഫേം ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യാറ് എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ അതിൽ തന്നെ ഏറ്റവും ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒരു എൻട്രിക്ക് മുന്നേ ഏറ്റവും ആദ്യം ഞാൻ നോക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഞാനൊരു സ്ട്രോങ് ബിയറിഷ് മാർക്കറ്റിൽ പോയിട്ട് ഒരിക്കലും ഒരു ഷോർട്ട് ടേം എൻട്രി കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ ഒരു നമ്മളൊരു മാർച്ച് സമയത്ത് ഫെബ്രുവരി മാർച്ച് ആയ സമയത്തൊക്കെ മാർക്കറ്റിൽ നല്ലൊരു ഫോൾ, നല്ലൊരു ബിയറിഷ് മാർക്കറ്റായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ഓരോ ദിവസം ഓപ്പൺ ചെയ്യുമ്പോഴും അത്രത്തോളം വലിയ ഫോളായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു സ്ട്രോങ് ബിയറിഷ് അല്ലെങ്കിൽ അത്രയും ഫിയർ മോഡുള്ളൊരു സമയത്ത് അല്ലെങ്കിൽ അത്രയും ബിയറിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും ഷോർട്ട് ടേം ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതിപ്പോൾ എത്ര നല്ല സ്റ്റോക്കുകൾ എത്ര വില കുറവിൽ കിട്ടിക്കഴിഞ്ഞാലും ഷോർട്ട് ടേം ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ വില കുറവിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേങ്കിൽ ഷോർട്ട് ടേമിൽ ഒരിക്കലും സ്ട്രോങ് ബിയറിഷ് മാർക്കറ്റിൽ അല്ലെങ്കിൽ അത്രയും നമ്മളെ ആൾക്കാരുടെ ട്രേഡേഴ്സിൻ്റെയൊക്കെ സെൻറ്റിമെൻറ്റ്സ് അത്രയും ബിയറിഷ് ആയിട്ട് നിൽക്കുന്ന മാർക്കറ്റിൽ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നല്ല ഒരു ബുള്ളിഷ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മാർക്കറ്റ്സോ ചെറിയ ബിയറിഷോ അല്ലെങ്കിൽ ചെറിയ ബുള്ളിഷൊക്കെ ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് നമുക്ക് ഷോർട്ട് ടേം എൻട്രീസ് കൺസിഡർ ചെയ്യാം. പക്ഷേ ഒരിക്കലും നമ്മളൊരു നല്ല സ്ട്രോങ് ബിയറിഷ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഒരിക്കലും ഷോർട്ട് ടേം എൻട്രീസ് കൺസിഡർ ചെയ്ത്. അപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് നോക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ബിയറിഷ് മാർക്കറ്റ് അല്ലാത്ത ഏത് കണ്ടീഷനിലും ഞാൻ ഒരു നല്ല സ്റ്റോക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ടേം എൻട്രി കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം നോക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ മാർക്കറ്റ് കണ്ടീഷനൊക്കെ ഓക്കെ, നമുക്കൊരു ഫേവറബിൾ ആണ്, നമുക്കൊരു സ്റ്റോക്ക് സെലക്ഷൻ നടത്തിയിട്ട് നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ഫേവറബിൾ കണ്ടീഷൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഞാൻ എൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാനൊരു ഷോർട്ട് ടേം എൻട്രിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് കണ്ടെത്തും. നമുക്കറിയാം പല ആളുകളും പല മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് സ്റ്റോക്ക് കണ്ടെത്താൻ വേണ്ടി. ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടും മറ്റെല്ലാത്തിനും വേണ്ടി സ്റ്റോക്ക് ഇൻട്രാഡേക്കായാലും പല മെത്തേഡുകളും പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പല ആളുകളും സ്ക്രീനേഴ്സ് ഉപയോഗിച്ചിട്ട് എന്താണ് ഇപ്പോൾ പറയുക 200 മൂവിങ് അവറിൻ്റെ മുകളിൽ ക്ലോസ് വരുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് വരുന്ന സ്റ്റോക്കുകൾ, അത്തരത്തിലുള്ള പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പല ഇൻപുട്ടുകളും കൊടുത്തിട്ട് നമുക്ക് സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പല തരത്തിലുള്ള രീതികളായിരിക്കും പല ആളുകൾ ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഞാനും എൻ്റേതായ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് ടേമിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഫേവറബിൾ ആണ്, അതിനുശേഷം നമ്മൾ നമ്മുടെ മെത്തേഡിൽ സ്റ്റോക്കുകൾ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് ഫിൽറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തും അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസും അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ അനാലിസിസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക്, അപ്പോൾ ഞാൻ സ്റ്റോക്ക് എൻ്റെ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ഒരു സ്റ്റോക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ട്രെൻഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ട്രെൻഡ് ലൈൻസും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് മൂവിങ് ആവറേജും RSIയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ടെക്നിക്കൽ അനാലിസിനെ പറ്റി ഒരു നോളജ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിൽ നിങ്ങൾ നിലനിന്ന് പോകാൻ അല്ലെങ്കിൽ ഒരു ലോങ് ടേമിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കുറേ കാലത്തേക്ക് ഒരു മാർക്കറ്റിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും യൂട്യൂബ് നോക്കിയിട്ടോ ബുക്സ് വായിച്ചിട്ടോ എങ്ങനെയായാലും നിങ്ങളൊരു ടെക്നിക്കൽ അനാലിസിനെ പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ആയിട്ടെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ, അതായത് നമ്മൾക്ക് മൂവിങ് ആവറേജ് അതുപോലെ തന്നെ
RSI, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി, ട്രെൻഡ് ലൈൻസ്, സ്റ്റാറ്റിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തുടങ്ങിയ കുറച്ച് കോൺസെപ്റ്റുകൾ ടെക്നിക്കൽസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനർ വെച്ച് കിട്ടിയ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ അത്യാവശ്യം അതിൻ്റെ ട്രെൻഡ് ലൈൻസും അതുപോലെ തന്നെ അതിൻ്റെ മൂവിങ് ആവറേജ് വെച്ചിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് സപ്പോർട്ട് ലെവൽസ് എവിടേക്കാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പം ഓക്കെ ആണ്, കറൻറ്റ്ലി എൻട്രി എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലാണെന്നുള്ളത് ഒരു ചെക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു അപ് ട്രെൻഡ് ചാനൽ ഫോർമേഷൻ ഇട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒരു പ്രോപ്പർ ചാനൽ അല്ല എന്നുണ്ടെങ്കിലും ഒരു ഓക്കെ, ഒരു കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ചാനൽ ഫോർമേഷൻ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ചെറിയൊരു റിവേഴ്സിൽ കാണിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ഈ ഗ്രീൻ കളർ കാണുന്നത് 200 മൂവിങ് ആവറേജ് ആണ്. ഇപ്പോൾ 200 മൂവിങ് നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ഇവിടെ ഒരു 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ടെക്നിക്കലി നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു പൊസിഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. ഒരു മൂവ്മെൻറ്റ് അപ്പ് മൂവ്മെൻറ്റ് കിട്ടാൻ നമുക്ക് ഇതിപ്പം മദർസൺ സുമി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതിപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അപ്ഡേറ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു, ഞാൻ പേഴ്സണലായിട്ട് എൻട്രി എടുത്തൊരു സ്റ്റോക്കായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലിലാണ്, ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലാണ് ഞാൻ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു സ്റ്റോക്കിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അതിൻ്റെ ടെക്നിക്കൽ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എൻട്രിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ലെവലാണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ ടെക്നിക്കൽ അനലൈസ് ചെയ്ത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് എൻട്രി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ അനാലിസും കാര്യങ്ങളും കൂടി നടത്തുക. അതായത് നമുക്കറിയാം മാർക്കറ്റിൽ നല്ല കുറേ സ്റ്റോക്കുകളുണ്ട്, അതുപോലെ തന്നെ ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് ആയിട്ടുള്ള കുറേയധികം സ്റ്റോക്കുകൾ മാർക്കറ്റിൽ കിട്ടാൻ പറ്റും. ഒരു ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസ് ഇല്ലാത്ത കുറേയധികം സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സ്റ്റോക്കുകൾ 1, 2, 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് യൂസ് അടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ പോയിട്ട് അത്തരം സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കും. അവർ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു സ്റ്റോക്ക് UC മാറി LC അടിക്കും. കുറേ ആൾക്കാർ അതിൽ കുടുങ്ങിപ്പോവും, കുറേ ആൾക്കാരുടെ വലിയ ക്യാപിറ്റൽ അതിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളൊരു സ്റ്റോക്ക് നിങ്ങൾ എന്തൊക്കെ വെച്ചിട്ട് കണ്ടെത്തിക്കഴിഞ്ഞാലും അതിൽ എൻട്രി എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊരു ബേസിക് ഒരു ഡീറ്റെയിൽ ഇൻഡെപ്ത് ഫണ്ടമെൻ്റൽ അനാലിസിസ് എല്ലാം പറയുന്നത് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെന്റ്സും കാര്യങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ടാപ്പ് പോലത്തെ വെബ്സൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ITC വന്ന സ്റ്റോക്ക് എടുക്കുകയാണ്. ITC വന്ന സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സൈഡിൽ നിന്നൊക്കെയുള്ള ഒരു റിവ്യൂസ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ടിക്കറ്റ് ടാപ്പിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സ്റ്റോക്കിനെ പറ്റി ഒരു ബേസിക് റിവ്യൂസ് അവർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസിനെ പറ്റി ഒരു ബേസിക് റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഗ്രോത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ടാവും. എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അനാലിസിസും കാര്യങ്ങളും ഈ ഒരു ഫണ്ടമെൻ്റൽ അനാലിസും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൻ്റെ റവന്യൂ ഗ്രോത്തും അതിൻ്റെ EPSും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഈ ഒരു റിപ്പോർട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ട്സൊക്കെ ഈ ഇൻഡെപ്ത് ഈ ഒരു ആനുവൽ റിപ്പോർട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് ടാപ്പ് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്ക്രീനർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ ITCയുടെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ITCയുടെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സൈഡിൽ നിന്നുള്ള ഒരു റിവ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നും അറിയാത്ത ആളുകൾക്ക് ഇവരുടെ റിവ്യൂസ് നോക്കിയിട്ട് ഒരു ബേസിക് കൺസിഡറേഷൻ വേണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് കമ്പനികളെ പറ്റി പഠിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതല്ല, ഒരു ബേസിക് ഒരു ക്വാളിറ്റിയിലെ കമ്പനിയാണെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കി, അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ സ്ക്രീനേഴ്സോ മറ്റോ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോക്ക് സെലക്ഷൻ നടത്തി, അതിനുശേഷം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കിൻ്റെ ചെറുതായിട്ടൊരു ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് കുഴപ്പമില്ല, നല്ലൊരു ടെക്നിക്കലി സ്ട്രോങ് ലെവലിലാണ്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്കാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു എൻട്രി എടുക്കുന്നതിന് മുന്നേ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഏത് സെക്ടറിലാണെന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ സെക്ടറിൻ്റെ ട്രെൻഡും കൂടി നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ബാങ്ക് സ്റ്റോക്കാണ് നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ടേമിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ ട്രെൻഡ് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി എടുത്തിട്ട് അതിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറണ്ട് ട്രെൻഡ് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഇവിടെ നോക്കുക ഈ ഒരു 20,000 ലെവലിൽ വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റി നല്ലൊരു റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 24,800 വരെ ബാങ്ക് നിഫ്റ്റി, അതായത് നല്ലൊരു റാലിയാണ് നടത്തിയത്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷാണ് ബാങ്ക് നിഫ്റ്റി കാണിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് എൻട്രി കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബാങ്ക് സ്റ്റോക്ക് കിട്ടിയ സമയത്ത് ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിയറിഷ് ആണ്, ഒരു ഫോള് നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ലൊരു ബിയറിഷ് ആയിട്ടുള്ള ലെവലിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്.
അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ എൻട്രി എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ സെക്ടർ ഏത് സെക്ടറാണ്, ഇപ്പോൾ ഓട്ടോ സെക്ടറിലാണെങ്കിൽ ഓട്ടോ സെക്ടർ, അതിൻ്റെ ഇനിയിപ്പം ഫാമയാണെങ്കിൽ നിഫ്റ്റി ഫാമ, അത്തരത്തിൽ ഏത് സെക്ടറിലെ സ്റ്റോക്കാണ് നിങ്ങൾ എടുക്കുന്നത് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിന് മുന്നേ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ ട്രെൻഡും കൂടി നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടി നല്ല എൻട്രീസ് ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരു ലോസ് മേക്കിംഗ് എൻട്രീസും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നിങ്ങളുടെ ഷോർട്ട് ടേം എൻട്രീസും കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ സെക്ടറും കൂടി നോക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ല ബുള്ളിഷാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല ബുള്ളിഷ് കാണിക്കുന്ന ഒരു സെക്ടറിലാണ് നിങ്ങൾക്കൊരു ഒരു ബൈ എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് നോക്കേണ്ടത്, അപ്പോൾ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കി നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് അനാലിസിസ് നടത്തി അതിനുശേഷം മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ കറണ്ട് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നിഫ്റ്റി ഇപ്പം നിങ്ങൾക്കൊരു ഫാർമ സെക്ടറാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ നിഫ്റ്റി ഫാർമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫാർമയിൽ ചെറിയൊരു ഫോളാണ് വന്നിട്ടുള്ളത്. ഒരു ബിയറിഷ് ആയിരുന്നു ഫാർമ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ഓക്കെ, മേ ബി ഇനി ഇവിടുന്ന് ഫാർമിൽ ചിലപ്പോൾ ഒരു റിവേഴ്സിൽ വന്ന് വീണ്ടും ഫാർമ സെക്ടറിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ അതിൽ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. അപ്പോൾ ആ ഒരു സെക്ടർ വൈസുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള സെക്ടറിലാണ് നിങ്ങൾക്ക് ആ ഒരു എൻട്രി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് നമ്മളവിടെ ഫൈനലൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്ക് എല്ലാം കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് അവിടെ എൻട്രിക്ക് കൺസിഡർ ചെയ്യാന്നുള്ളത് നമ്മൾ അവിടെ തീരുമാനിച്ചു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ എൻട്രി ലെവലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവലും. അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മളൊരു എൻട്രി എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു എൻട്രിയും അതിൻ്റെ ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഒരു എക്സിറ്റ് ലെവലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലും എല്ലാം നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റും ഓൾമോസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസും അതിൻ്റെ എൻട്രി ലെവൽസൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അതിലൊരു എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് ഒരുവിധം ഒരു 90% കേസിലും ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ടേം എൻട്രിയിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 4 to 5% സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യാറ്. അതായത് 90% കേസിലും, വളരെ റെയർ കേസിൽ മാത്രമേ അതിൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളൂ. എന്തെങ്കിലും ആ ഒരു കേസിൽ മാത്രമേ അതിൽ കൂടുതൽ വെക്കാറുള്ളൂ. ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് 5% സ്റ്റോപ്പ് ലോസ്, അത് ഏത് ഷോർട്ട് ടേം എൻട്രി ആയാലും 5% സ്റ്റോപ്പ് ലോസ് മാത്രമാണ് ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എല്ലാ സ്റ്റോക്കുകളിലും ഒരേ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽസ് ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അല്ലാതെ ഒരു സ്റ്റോക്കിൽ 5%, ഒരു സ്റ്റോക്കിൽ 10%, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ 15%. അതിന് പകരം എൻ്റെ പേഴ്സണൽ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻസ് ആണ്. അത് മേ ബി നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാം, നിങ്ങൾക്ക് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്ന രീതികളാണ് ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നത് ആണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്ന രീതികൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പം എൻ്റെ എല്ലാ എൻട്രിക്കും ഞാൻ ഒരു 90% കേസിൽ ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 5%. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒരു എൻട്രി എടുക്കുന്ന സമയത്ത്, ഷോർട്ട് ടേം എൻട്രി എടുക്കുന്ന സമയത്ത് ഒരു ഫാക്ടർ കൂടി ഞാൻ കൺസിഡർ ചെയ്യാത്തത്, ഞാൻ എൻ്റെ എല്ലാ ഷോർട്ട് ടേം എൻട്രികളിലും എൻട്രി എടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, എല്ലാ ഷോർട്ട് ടേം എൻട്രികളിലും എൻട്രി എടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഞാനിപ്പം ചെയ്യുന്നത് എല്ലാ സ്റ്റോക്കുകളിലും, അതായത് ഞാൻ ഷോർട്ട് ടേം എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കുകളിലും ഞാൻ എടുക്കുന്നത് 1,00,000 രൂപയുടെ പൊസിഷനായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അതിനനുസരിച്ചുള്ളൊരു പൊസിഷൻ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുക. അതായത് എല്ലാ ഷോർട്ട് ടേം എൻട്രി എടുക്കുന്ന സമയത്തും, അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു 1 lakhൻ്റെ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം 4 സ്റ്റോക്കുകളിൽ വേണമെങ്കിൽ എൻട്രി എടുക്കുക. അതായത് 25,000 എന്ന് പറഞ്ഞിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്ത് 25,000 പൊസിഷൻ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒരു സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേം എൻട്രി എടുക്കുന്നത് 1 lakh എന്നുള്ള ഒരു എമൗണ്ടിനാണ് ഞാൻ പൊസിഷൻ എടുക്കാറുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ ടെലിഗ്രാമിൽ ഇട്ട ഒരു പൊസിഷനാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ 109.50 ഞാൻ ഈ ഒരു സ്റ്റോക്ക്, അതായത് ഈ മദർസൺ സുമി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്താണ്, നമ്മളിപ്പോൾ എത്ര അനാലിസിസ് നടത്തി എത്ര പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിലൊരു ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഒരു 30%, 40% ആ ഒരു എൻട്രി റിവേഴ്സൽ നമ്മൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഉള്ളത് ഞാൻ എടുത്ത് 109 ലെവലിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുക നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവൽ, അതായത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽസ്, അല്ലെങ്കിൽ ഇനി അഥവാ ഈ ഒരു സ്റ്റോക്ക് കുറച്ച് താഴത്തോട്ട് വരികയാണെങ്കിൽ എവിടുന്ന് ഇത് സ്റ്റോക്ക് തിരിച്ച് കയറാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് ഈ ഒരു ലെവൽ ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ട ഒരു ലെവൽ എന്ന് പറയുന്നതാണ്, നമ്മൾ നോക്കുക ഈ ഒരു ലെവൽ, ഈ ഒരു 104 മുതൽ ഈ ഒരു 102 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ, ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇനി അഥവാ ഈ ഒരു 109 എന്ന് പറഞ്ഞ ലെവൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാലും ഈ ഒരു മേ ബി ഈ ഒരു 102 എന്നൊക്കെ പറയുന്ന ലെവൽ വരെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഫിക്സ് ചെയ്ത സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 102 രൂപയാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്ത സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 110 രൂപക്കാണ് നമ്മൾ എൻട്രി എടുത്തത്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 102 രൂപക്ക് താഴെ പോയി കഴിഞ്ഞാൽ മാത്രം സെല്ല് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസിന് ഏകദേശം 8 രൂപ, ഓൾമോസ്റ്റ് 7 രൂപ 8 രൂപ താഴെയാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഒരു ഓൾമോസ്റ്റ് എല്ലാ കേസും ഞാൻ ഒരു 4 to 5% ആണ് എൻ്റെ മനസ്സിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യാറുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു കേസിൽ എനിക്ക് ഏകദേശം 7% മുകളിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വരും. ഈ ഒരു കേസിൽ ഒരു 7% മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് പൊതുവേ ചെയ്യാറെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ടെലിഗ്രാമിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഡഡ് 50% ആയിട്ട് 109 രൂപ 50 പൈസക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കേസിൽ എല്ലാ സ്റ്റോക്കുകളിലും ഞാൻ 1 ലക്ഷം രൂപയുടെ എൻട്രിയാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഒരു 109 രൂപ 50 പൈസ എന്ന് പറഞ്ഞ ലെവലിൽ അതിൽ ഞാൻ 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. അതായത് 50,000 രൂപയുടെ എൻട്രിയാണ് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 109 രൂപ എന്ന് പറഞ്ഞ ലെവലിൽ ഞാൻ ഒരു എൻട്രി എടുത്തു, ഈ ഒരു 50,000 എന്ന് പറഞ്ഞ ലെവലിൽ. ഇനി അഥവാ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് ഒരു റിജക്ഷൻ നടന്ന ഫോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത 50% ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ 105 രൂപ എന്ന് പറഞ്ഞ ലെവലിൽ ഈ ഒരു ലെവലിൽ ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ പൊസിഷൻ എന്ന് പറയുന്നത് 1 lakh ആയി എൻ്റെ പൊസിഷൻ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താണ് ഞാൻ ഇവിടെ 105 രൂപയ്ക്ക് ഏകദേശം എൻ്റെ ഒരു ആവറേജ് പ്രൈസ് വരിക 106 രൂപ 106 രൂപേൻ്റെ അടുത്തുള്ളൊരു ആവറേജ് എനിക്ക് വരും. 106 രൂപ 107 രൂപേൻ്റെ ആവറേജ് എനിക്ക് വരും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 107 രൂപ ആവറേജ് ആവുന്ന സമയത്ത് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം 5% സ്റ്റോപ്പ് ലോസ് ആക്കി ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ഫോളോ ചെയ്യുന്ന പല ആളുകളും കണ്ടിട്ടുണ്ടാവും ആഡഡ് 50% എന്ന് പറഞ്ഞാൽ പല സ്റ്റോക്കുകളും കൊടുക്കുന്നുണ്ട്. ചില സ്റ്റോക്കുകളിൽ ഞാൻ ഒറ്റ സെയിം ലെവലിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എൻട്രി എടുക്കാറുണ്ട്. ചില സ്റ്റോക്കുകൾ അതായത് നമുക്ക് നല്ലൊരു സ്ട്രോങ് സ്റ്റോപ്പ് ലോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല പ്രോപ്പറായിട്ടൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ നോക്കുക, ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ടൊരു 1 lakh എൻ്റെ കംപ്ലീറ്റ് പൊസിഷൻ ഈ ഒരു 110 രൂപ ലെവലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു സ്റ്റോക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ 7-8% ലോസ് എനിക്ക് വരും. എന്നാലും മേ ബി ചിലപ്പം ചെറിയൊരു ഫോൾ വന്ന് ഈ ഒരു 105 രൂപയിൽ വരെ വന്നിട്ട് വീണ്ടും തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വെച്ച് ആവറേജ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ആഡ് ചെയ്യാനും പറ്റി, എൻ്റെ റിസ്ക് ഇവിടെ കുറച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ആവറേജ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എൻട്രികളിൽ, എൻ്റെ ഷോർട്ട് ടേം എൻട്രികളിൽ ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 5% സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ 10% വേണമെങ്കിൽ 10% വെക്കാറുണ്ട്. എൻ്റെ ഇതിൽ ഞാൻ വെക്കുന്നത് ഒരു 4 to 5% ആണ് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു 4 to 5% ഒരു ഇനീഷ്യൽ ടാർഗറ്റാണ് എപ്പോഴും അധികവും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഓക്കെ, ടാർഗറ്റ് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ആ ഒരു ലെവൽ തന്നെയാണ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും എൻട്രി എടുക്കുന്ന സമയത്ത് ഒരു ആ ഒരു എമൗണ്ട്, അതായത് 1 lakh എന്ന് പറഞ്ഞ എമൗണ്ടിനാണ് എല്ലാ സ്റ്റോക്കുകളും എൻട്രി എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ചെറിയൊരു എക്സൽ ഷീറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ടോട്ടലായിട്ടുള്ള എമൗണ്ട് പറഞ്ഞാൽ 1 lakh ആണ്. ഓക്കെ, 1 lakh ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണ്, എല്ലാ സ്റ്റോക്കുകളും എൻട്രി എടുക്കുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ടാണ് എല്ലാ സ്റ്റോക്കും എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു 1 lakh എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഞാൻ 5 ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, 20,000-ൻ്റെ 5 ആക്കി ഞാൻ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 20,000-ൻ്റെ ഓരോ 5 പോർഷനാക്കി ഞാൻ തിരിച്ചിട്ടുണ്ട്. അതിൽ ആ 20,000 ഞാൻ സെലക്ട് ചെയ്ത 5 സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾ നോക്കുക 20,000 5 ഡിവൈഡ് ചെയ്തിട്ട് 5 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 സ്റ്റോക്കുകൾ ഞാൻ വിചാരിച്ച രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടി. 2 സ്റ്റോക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, അപ്പോൾ 2 എണ്ണം -1000 ഒരു 2000 രൂപയുടെ ലോസ് ഇവിടെ വന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ 3 എണ്ണം നമുക്ക് 1000 രൂപയുടെ ലോസ് വന്നു. 3 എണ്ണത്തിൽ നമുക്ക് 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ 3000 പ്രോഫിറ്റ് കിട്ടി. പക്ഷേ 2 സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് 2000 രൂപയുടെ ലോസ് വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എല്ലാത്തിലും ആ ഒരു എമൗണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ 5% ലോസും 5% പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സെയിം എമൗണ്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പം ഞാൻ ടോട്ടൽ നോക്കുന്ന സമയത്ത് ആ ഒരു 5 എൻട്രി കൺസിഡർ അല്ലെങ്കിൽ ഈ ഒരു മാസം ഞാൻ എടുത്ത എൻട്രികളാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായ പ്രോഫിറ്റ് പറഞ്ഞത് 1000 ആണ്. അങ്ങനെ ഇത് തന്നെ നിങ്ങൾ നോക്കുക, വേറൊരാൾ തോന്നിയ പോലെ അങ്ങനെ ഇത്ര ഒരു പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തോന്നിയ പോലെയാണ് എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഒരു സ്റ്റോക്കിൽ അയാൾ എൻട്രി എടുത്തത് 10,000 രൂപക്കാണ്, മറ്റൊരു സ്റ്റോക്കിലും 10,000 എൻട്രി എടുത്തു, വേറെ സ്റ്റോക്കിൽ 25,000 എടുത്തു, വേറൊരു സ്റ്റോക്കിൽ 30,000 എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൽ നിങ്ങൾ നോക്കുക, ഇതിൽ തന്നെ ഇവിടെ പോലെ തന്നെ 3 എണ്ണത്തിൽ ഇവിടെയും നമുക്ക് പ്രോഫിറ്റായി, പക്ഷേ 2 എണ്ണത്തിൽ ലോസായി. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ പക്ഷേ നമ്മൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം, അതായത് തോന്നിയ പോലെ ഓരോ എമൗണ്ടിന് തോന്നിയ പോലെ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോസ് വന്നിട്ടുള്ളത്, ഇവിടെ ടോട്ടൽ അന്നത്തെ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലെ ലോസ് എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ ലോസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു പൊസിഷൻ സൈസിങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്കുക, ഇവിടെ 30,000 രൂപക്ക് എടുത്ത എൻട്രിയിൽ അവർക്ക് വന്ന ലോസ് എന്ന് പറഞ്ഞാൽ 1,500 രൂപയുടെ ലോസ് വന്നു. ഓക്കെ, ഇവിടെ നോക്കുക, 10,000 രൂപക്ക് എടുത്ത സ്റ്റോക്കിൽ 5% മൂവ്മെൻറ്റ് കിട്ടിയിട്ടും ഇവിടെ വന്ന പ്രോഫിറ്റ് പറഞ്ഞാൽ 500 രൂപയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ എല്ലാ എൻട്രികളിലും ശ്രമിക്കുന്നത്, ഞാൻ എൻ്റെ മെത്തഡാണ് പറയുന്നത്, എപ്പോഴും ഞാൻ ശ്രമിക്കുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട്, ഇപ്പോൾ 1 lakh ആണ് എൻ്റെ കേസിൽ, 1 lakhന് ഞാൻ അറ്റ് എ ടൈം 3 പൊസിഷൻസ് വരെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം 1 lakh എന്നുള്ള ഒരു പൊസിഷൻ വെച്ചിട്ടാണ് ഞാൻ എൻട്രി എടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ 5% പറഞ്ഞ ഒരു എൻട്രിയിൽ 5,000 ലോസാണ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തോന്നിയ എപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിസ്കിനനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് വെക്കുക. അത് പരമാവധി എല്ലാ സ്റ്റോക്കുകളിലും ആ ഒരു പർട്ടിക്കുലർ സ്റ്റോപ്പ് ലോസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. അതായത് അതിന് പകരം നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ 5% വെച്ചു, വേറെ സ്റ്റോക്കിൽ 10% വെച്ചു, വേറെ സ്റ്റോക്കിൽ 15% വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു സ്റ്റോക്ക് 5% സ്റ്റോക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റായി. അതേ സമയത്ത് ഈ ഒരു സ്റ്റോക്ക് നേരെ പോയിട്ട് 10% ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നിങ്ങൾക്ക് ലോസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റോപ്പ് ലോസ് എല്ലാ സ്റ്റോക്കുകളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. തോന്നിയ മാതിരിയുള്ള സ്റ്റോപ്പ് ലോസും തോന്നിയ പോലെയുള്ള പൊസിഷൻ സൈസിങ്ങും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇനി അത് തന്നെ നിങ്ങൾ നോക്കുക, ഒരു പ്രോപ്പറായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കുക, ഇത് ഞാൻ ഈ ഒരു ബന്ധൻ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് എൻ്റെ ടെലിഗ്രാമിൽ ഒരു എൻട്രി സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. ഞാൻ വാങ്ങിയ സമയത്ത് അപ്ഡേറ്റ് ചെയ്ത സ്റ്റോക്കായിരുന്നു. ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 298 രൂപക്കോ മറ്റോ ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 298 രൂപക്ക് വാങ്ങിയിട്ട് നമുക്ക് ഏകദേശം 4% മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 298 രൂപയ്ക്ക് എടുത്ത സമയത്ത് ഞാൻ അവിടെ പറഞ്ഞ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 281 രൂപയോ മറ്റോ 82 രൂപയോ മറ്റായിരുന്നു ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കുക, ഈ ഒരു ലെവൽ 282 രൂപയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. ഏകദേശം 5% അടുത്തുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ വിചാരിച്ചിട്ട് ഏകദേശം ഒരു 4% മൂവ്മെൻറ്റ് കിട്ടി. എന്നാൽ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്ക് സ്റ്റോക്സ്, ബാങ്ക് നിഫ്റ്റിയും മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്തു. ആ സമയത്ത് നല്ലൊരു ഫോളോ ചെയ്തൊരു സ്റ്റോക്കിൽ വന്നു. നിങ്ങൾ നോക്കുക, നിങ്ങളൊരു പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാതെ, അതായത് സ്റ്റോപ്പ് ലോസ് പോലും വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു ലെവൽ 284 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ എത്ര രൂപയുടെ ഫോളാണ് വന്നത് നോക്കുക. ഏകദേശം 30 രൂപയിൽ 35 രൂപയോളം ഫോൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നു. ഏകദേശം 15% അടുത്ത് ഒരു ഫോൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, എപ്പോഴും ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്ത്, അതായത് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5% ലോസ് വരുന്നതിന് പകരമാണ് നമ്മളിവിടെ ഏകദേശം ഒരു 15% 20% അടുത്തുള്ള ലോസ് വന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മളെ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. പ്രോപ്പറായ രീതിയിൽ റിസ്ക് മാനേജ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഏകദേശം 90% വരെ ലോസ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എപ്പോഴും ഒരു ഷോർട്ട് ടൈം എൻട്രി എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ്ങും തോന്നിയ പോലെ എൻട്രി എടുക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ, അതായത് ഇപ്പോൾ 1 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50,000 എന്ന് പറഞ്ഞിട്ട് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 30,000 അല്ലെങ്കിൽ 30,000 എന്ന് പറഞ്ഞിട്ട് ഒരു 3 പോർഷനാക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്കിങ്ങനെ ഓരോ സ്റ്റോക്കിലും തോന്നിയ പോലെ പൊസിഷൻ എടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പല പെർസെൻറ്റേജ് ഓഫ് സ്റ്റോപ്പ് ലോസ്, അതായത് ഒരു സ്റ്റോക്കിൽ 5%, ഒരു സ്റ്റോക്കിൽ 20%, ഒരു സ്റ്റോക്കിൽ 10% എന്നൊക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ സജഷൻസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.